കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, ദീർഘകാലം പാർലമെൻ്റ് അംഗം, കേരള നിയമസഭയിലെ അംഗം, കേരളത്തിലെ മുൻ മന്ത്രി, ഇങ്ങനെ പല നിലയ്ക്ക്, ഒപ്പം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കലാലയത്തിൽ കെമിസ്ട്രിയിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന പ്രൊഫസർ കെ വി തോമസ്, അദ്ദേഹമാണ് ഇന്ന് വ്യൂ പോയിൻറ്റിൽ അതിഥി. സ്വാഗതം സർ. നമ്മൾ തുടങ്ങുമ്പോൾ 1984 മുതൽ 35 കൊല്ലം പ്രൊഫസർ കെ വി തോമസിനെ കേരളം കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ 35 കൊല്ലം കേരളം കണ്ടിട്ടുണ്ട്. അന്നൊന്നും കാണാത്തൊരു മുഖമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും സിറ്റിംഗ് എം പിമാരിൽ താങ്കൾ മാത്രം ഇല്ലാതിരിക്കുകയും ചെയ്തൊരു സമയത്ത് കണ്ടത്. അത്രയും ഒരു വികാരവിക്ഷോഭം വരാൻ ഒരു സീറ്റ് നഷ്ടമായി എന്നത് മാത്രം കാരണമല്ല. താങ്കൾ അവിടെ പറഞ്ഞതുപോലെ നേരത്തെ അറിയിച്ചില്ല എന്നതും മതിയായൊരു കാരണമായി തോന്നുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റപ്പെടുത്തി എന്ന തോന്നലാണോ താങ്കൾക്ക്? അതല്ല എൻ്റെ കാരണം. ഒന്ന്, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എന്നെ ഒഴിവാക്കി തരണം, ഞാൻ മാറി നിൽക്കാം. കാരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ദീർഘകാലമായി ഒരു ജനപ്രതിനിധിയാണ്. എറണാകുളത്തെ ചെറുപ്പക്കാരുടെ ഒരു വിസ്പറിങ് ക്യാമ്പയിൻ എനിക്കറിയാം. മാഷ് തന്നെയാണല്ലോ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറി തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. അത് ഡൽഹി പറഞ്ഞപ്പോഴും കേരളത്തിലെ നേതാക്കന്മാരോട് പറയപ്പോഴും ആരും എന്നോട് മാറാനല്ല പറയുന്നത്. മാഷില്ലാതെ എങ്ങനെയാണ്? മാഷ് പിന്നെ നോമിനേഷൻ കൊടുത്താൽ മതി, അപ്പം ജയിക്കും. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ ചുമതലയും ചെയർമാൻ എന്നത് എനിക്കായിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് നടത്തിയ വോട്ടേഴ്സ് സിസ്റ്റം ആളെ ചേർക്കുന്നത് മുഴുവൻ നടത്തിയത് ഞാനാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നെയാണ് മുന്നിൽ നിർത്തിപ്പോയത്. മാത്രമല്ല, ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പ്രതാപൻ്റെ പരിപാടിക്ക് പോകാൻ വന്ന ദിവസം കൊച്ചിൻ എയർപോർട്ടിൽ ഞങ്ങൾക്ക് മണിക്കൂറുകളുണ്ടായിരുന്നു. അന്നും ഞാൻ ഇവരോട് പറഞ്ഞു, സംസ്ഥാന നേതൃത്വത്തോടും കേന്ദ്ര നേതൃത്വത്തോടും പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിർത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞോ, ഞാനങ്ങ് മാറി തന്നേക്കാം, ഞാൻ ആ പേരെങ്ങനെ അനൗൺസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. ഒന്നുമില്ല. പിന്നെയാണ് ആ വെള്ളിയാഴ്ച എന്നെ പെട്ടെന്ന് വിളിപ്പിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് മാറാൻ വേണ്ടി ആയിരിക്കും വിളിപ്പിക്കുന്നതാണ്. 1.5 മണിക്കൂർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഞങ്ങൾ സംസാരിച്ചില്ല. ആ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. പിന്നെ ഞാൻ അറിയുന്നത് മാധ്യമങ്ങളുടെ പത്രപ്രവർത്തകർ ഓടി വരികയും ഞാൻ ടി വി, അപ്പോൾ അതിനൊരു ഷോക്കാണ്. ഞാനങ്ങനെ അന്യനല്ലല്ലോ കോൺഗ്രസ്, ഞാൻ കോൺഗ്രസ് അല്ലേ. അത് മാത്രമല്ല, എനിക്കെതിരായിട്ട് മറ്റ് ചില പ്രചരണങ്ങൾ തുടങ്ങി. ഞാൻ അവരോട്, ഞാനെന്നും കോൺഗ്രസ്സുകാരനായിരിക്കും, ഞാനതെല്ലാം മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്. എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ കോൺഗ്രസ്സിലെന്നല്ല, ഞാൻ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരൻ ജീവിതാവസാനം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ എന്നോട്, ഞാൻ അത് മാത്രമല്ല, ഞാൻ 68 ഒരു ബൂത്തിൽ കുമ്പളെങ്കിൽ 7-ാം വാർഡിൽ മത്സരിച്ച് വാർഡ് പ്രസിഡൻ്റായി വന്നൊരാളാണ്. അല്ലാതെ മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ ആളല്ല. അത് കഴിഞ്ഞ് DCC ജനറൽ സെക്രട്ടറിയായി, DCC പ്രസിഡൻ്റായി, KPC ട്രഷററായി, AICC മെമ്പറായി, ഒത്തിരി സ്ഥാനങ്ങൾ. മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച് ഒരു ജോലിയും ഞാൻ മോശമായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി. ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട് എന്നറിഞ്ഞത് എൻ്റെ കാലഘട്ടത്തിലാണ്. നോട്ട് റദ്ദാക്കിയോ പ്രധാനമന്ത്രി ഈ ഓഫീസിലും ഈ കമ്മിറ്റിയുടെ മുമ്പിൽ വിളിപ്പിക്കുമെന്ന് തീരുമാനിച്ചതാണ്. അതുപോലെ ഇപ്പോൾ ഈ ബാങ്കുകളിലെ NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അന്ന് സംഗതി ഉണ്ട്, അത് 7 ലക്ഷം കോടിയാണ് എന്നത് കണ്ടുപിടിക്കുകയും നടപടിയെടുക്കുകയും ചെയ്തത് ഞാനാണ്. അപ്പം അങ്ങനെ എന്നെ ഏൽപ്പിച്ചതല്ല. ഞാൻ സോണിയാജിയുടെ ഒരു വിശ്വസ്തനായിരുന്നു, രാജീവിൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു. കുടുംബമായിട്ട് വ്യത്യാച്ച കരുണാകരനോടൊപ്പം ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുണ്ട്, ഇതിനെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നോട് എന്തിനാണിത് എന്നൊരു തോന്നൽ, ഒരു വേദന. ഞാനൊരു കുടുംബത്തിലംഗം, ഞാൻ എന്നൊരു കുടുംബത്തിലംഗമായിട്ട് കാണും. എല്ലാ നേതാക്കന്മാരോടും എനിക്ക് ഗ്രൂപ്പില്ല. ഞാൻ ഗ്രൂപ്പായിരുന്നു കരുണാകരൻ്റെ കൂടെ നിന്നപ്പോൾ ഏറ്റവും ശക്തനായ ഐക്കാരനാണ്. ഇവിടെ ഞങ്ങൾ ഈയിടെ മാത്രം ഒരു ശക്തി പ്രവർത്തനം കൂടെ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ചെയർമാൻ. ലീഡർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ലീഡറുമായിട്ട് നിൽക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. എൻ്റെ ഭാഗം ശരിയായിരുന്നു, പിന്നെ ലീഡർ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്നോട് ഇത്രയധികം ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്തിനാ മറച്ചു വെച്ചത്? ആ പെട്ടെന്നുണ്ടായ മനുഷ്യനല്ലേ, ഒരു ക്ഷോഭത്തിലാണ് ഞാൻ അത് പറഞ്ഞത്. ഈ അന്യനാക്കി മാറ്റി എന്നൊരു തോന്നലുണ്ടായല്ലോ, എന്തുകൊണ്ട് അങ്ങനെ മാറ്റി എന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പറയുന്നത് ദേശീയ നേതൃത്വം പറഞ്ഞ് മാറ്റി എന്നാണ്, ദേശീയ നേതൃത്വം പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് മാറ്റി എന്നാണ്. സ്വാഭാവികമായും ഇത്രയും ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ളൊരു നേതാവിന് എന്തുകൊണ്ട് എന്നെ മാറ്റി എന്നറിയാനുള്ളൊരു അർഹതയില്ലേ? അത് ഞാൻ വിട്ടു. കാരണം ഞാൻ മാറിക്കൊടുത്തു, ഞാൻ മാറാൻ തയ്യാറായിരുന്നു.
ആ മാറ്റിയ രീതി എന്തുകൊണ്ടാണെന്നോ എനിക്കറിയാം. നിങ്ങളൊക്കെ പത്രങ്ങളിൽ പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവനയൊക്കെ നല്ല മനുഷ്യനാണ് അദ്ദേഹം, ഞങ്ങളുമായിട്ട് തുറസ് വന്ന് ഇങ്ങനെ മാറ്റിയെന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തിന് മാറാൻ തയ്യാറ ഒരാളോട് എന്തിന് ഉന്തിത്താഴിടണം? എന്നെ ഉന്തണ്ടല്ലോ, ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറല്ലേ, ഉന്തിട്ട് മാറ്റേണ്ട ഒരാളല്ലല്ലോ. അത് കാണുമ്പോഴാണ് എനിക്കൊരു വിഷമം. അതുപോലെ എൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയല്ലേ, ഞാൻ ഇവിടുത്തെ എറണാകുളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ചെയ്ത സംഭാവന ഇവർക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലോ. ഇപ്പോൾ ഹൈബിയും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിൽ നടക്കുമ്പോഴൊക്കെ പറയുന്നുണ്ടല്ലോ കെ വി തോമസ് തുടങ്ങിയ കാര്യങ്ങൾ. ഞാനിവിടുത്തെ ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ അവരിൽ ഒരാളാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാം, പാതിരായ്ക്കും വരാം, അതിവെളുപ്പിനും വരാം. ഇന്ന് പോലും അതിവെളുപ്പിന് 5:30 ആളുകൾ തന്നെ വിളിച്ചിരുന്നത് ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് എന്നോട്. എറണാകുളം DCC പ്രസിഡൻ്റായിട്ട് 15 ദീർഘമായ വർഷക്കാലം നിന്നൊരാളാണ്. അങ്ങനെയുള്ള ഒരാളോട് എന്തിനാ എന്നെ മറച്ചു വെക്കുന്നത്, എന്നെ എന്തിനാ ഒറ്റപ്പെടുത്തുന്നത് എന്നൊരു വേദന സ്വാഭാവികമായി ഉണ്ടായതിൻ്റെ ഒരു പ്രതികരണമാണ് അന്ന് വന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോൾ മാറിക്കൊടുക്കാൻ പറയുന്നു, മാഷ് തന്നെയും ഞാൻ മാറി നിൽക്കാം, പുതിയ ആരെങ്കിലും വരട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അത് അംഗീകരിക്കുന്നില്ല, പിന്നീട് മാറ്റാൻ തീരുമാനിക്കുന്നു. അപ്പോൾ പോലും പുതിയൊരാൾക്കല്ല അവസരം വരുന്നത്. നിലവിൽ MLA ആയിരിക്കുന്ന ഒരാൾക്ക് പാർലമെൻറ്റിലേക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുതിയ ആളുകളെ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു നേതൃത്വം ഒരിക്കലും അങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത്. അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഞാനതിന് വ്യക്തിപരമായ ആരെയും ആക്ഷേപിക്കുന്നില്ല. അല്ല, ഞാനിത് വ്യക്തിപരമായല്ല ചോദിക്കുന്നത്. ഹൈബി എന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എറണാകുളത്ത് MLA ആണ്. അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനുള്ള സകല യോഗ്യതയുമുണ്ട്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതൊരു പക്ഷേ പ്രൊഫസർ KV തോമസിന് പകരമാവില്ല എങ്കിൽ പോലും പാരമ്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം മത്സരിക്കട്ടെ. എങ്കിൽ പോലും നേതൃത്വത്തിനൊരു കാഴ്ചപ്പാടുണ്ടാവണമല്ലോ. പുതിയ ആളുകളെ കൊണ്ടുവരണമെങ്കിൽ പുതിയൊരാളെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കണ്ടേ അവർ? അതൊക്കെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുക. അത് കാലമാണല്ലോ അതിന് വിധി എഴുതേണ്ടത്. എനിക്കിതിന് വിഷമമൊന്നുമില്ല. ഞാൻ സന്തോഷത്തോടുകൂടിയാണ് ഇറങ്ങിയത്. എനിക്ക് ഏറ്റവും സന്തോഷം വന്നത് ഞാൻ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ 8:30 ഇറങ്ങിയപ്പോഴും ആയിരക്കണക്കിന് ആളുകളാണ് എന്നെ, സ്ത്രീകൾ, അമ്മമാർ. എൻ്റെ ഗ്രൂപ്പില്ല. കൊച്ചിയുടെ മേയറാണ് ഏറ്റവും മുമ്പിൽ നിന്ന് എന്നെ സ്വീകരിച്ചത്. മുൻ മേയറുണ്ടായിരുന്നു. എത്ര ആളുകൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു വിഷമമില്ല. എൻ്റെ മുമ്പിൽ ഒരു വലിയ ജീവിതം കിടക്കുക. ഇപ്പോൾ ഈ മാറിക്കൊടുക്കാം എന്ന് പറയുമ്പോഴും പിന്നീട് മാറ്റപ്പെടുമ്പോഴും നേരത്തെ മാഷ് തന്നെ പറഞ്ഞു ഐ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവായിരുന്നു, കെ കരുണാകരൻ്റെ വളരെ അടുത്ത ആളുമായിരുന്നു. ഈ ഗ്രൂപ്പിൽ നിന്നങ്ങ് മാറിയത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു മാഷ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിൽക്കണമെന്ന്. എനിക്ക് ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ മാനസിക ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനാക്കിയത് കരുണാകരനാണ്. കരുണാകരനില്ലെങ്കിൽ KV തോമസ് ഇല്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഒന്ന്, ഞാൻ മന്ത്രിസഭയിൽ ചേർന്നതിന് ശേഷം ഉണ്ടായ ചില പ്രത്യേക അനുഭവങ്ങൾ എന്നെ അകത്തി. ഞാൻ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഉള്ള കാലത്തും ഞാൻ മാന്യത വിട്ടു പോയിട്ടില്ല. ബിലോ ദ ബെൽറ്റ് അടിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. അത് പലരും പറയും മാഷ് ആൻ്റണിയുടെ ആളാണ്, ലീറോട് ഇത് പറയും. പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ ആൻ്റണിയുടെ ആളെന്ന്. പക്ഷേ ഞാൻ ന്യായത്തിൻ്റെ ആളാണ്. ഇവിടെ എല്ലാ തീരുമാനങ്ങളും എടുത്തപ്പോഴും ന്യായത്തിൻ്റെ കൂടെയാണ് നിന്നത്, ഗ്രൂപ്പിൻ്റെ കൂടെയല്ല. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ മാഷ് ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാൽ ഞാൻ പറഞ്ഞത് വേണ്ടല്ലോ, ആ രക്ഷപ്പെടേണ്ട അർത്ഥമില്ല. ഞാൻ എടുത്തൊരു കാഴ്ചപ്പാട്. അതിന് പലരും പറഞ്ഞല്ലോ ഞാൻ പിന്നെ BJPയിലേക്ക് പോയി. എന്താ കാരണം? ഞാൻ നടത്തിയൊരു സുപ്രസിദ്ധമായ വളരെ വലിയ പ്രസംഗമായിരുന്നു. ഒരു ഭാഗത്ത് സുരേഷ് പ്രഭു കൊമേഴ്സ് നല്ല വിവരത്തിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നവരാണ്. മറ്റൊന്ന് ഞാനാ വന്നിരിക്കുന്നവരെ ലോകത്തിൽ അറിയപ്പെടുന്ന മാനേജേഴ്സ്. അവിടെ എന്താണ് മാനേജ്മെൻറ്റ് എന്ന ഇഷ്യൂ, അല്ല രാഷ്ട്രീയ അല്ല ഇഷ്യൂ. വാട്ട് ഈസ് എ മാനേജ്മെൻറ്റ് എന്ന് പ്രസംഗിക്കുമ്പോൾ സുരേഷ് പ്രഭു ഗവൺമെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച്, പ്രധാനമന്ത്രി ഡിസിഷൻ എടുക്കാനുള്ള കഴിവുകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്റ്റർ പ്രഭു, ഐ ഡിസഗ്രി വിത്ത് യു. The Prime Minister is not a good administrator, but he is a good manager. I may agree that. അതാണ് കേരളത്തിൻ്റെ പ്രമുഖമായ പത്രത്തിൽ ആദ്യം ഇതിന് സംഘാടകർ കൊടുത്ത ശരിയായ വാർത്ത കൊടുത്തു. പിന്നീട് ശേഷം ഞാൻ മനസ്സിലായി ഇവിടുത്തെ തന്നെ ഞാൻ ചില സുഹൃത്തുക്കൾ പോയി അത് മലയാളത്തിൽ പ്രധാനമന്ത്രി വലിയൊരു ഭരണാധികാരി എന്ന് കൊടുപ്പിച്ച് അതൊരു ഇഷ്യൂ ആക്കിയെടുത്തു. പക്ഷേ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റപ്പെടുന്നൊരു സമയത്ത് അന്നത്തെ പ്രസംഗം പോലും ഇപ്പോൾ അന്നത്തെ പ്രസംഗം പോലും വീണ്ടും പത്രങ്ങളിൽ കൊടുത്ത് എത്തിക്കുകയുണ്ടായി. ഞാനത് കാണുകയാണ്. എനിക്കറിയാം അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം ഇപ്പോൾ എടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നടന്നു. അത് വേണ്ടായിരുന്നു. അതൊക്കെയാണ് എന്നെ വേദനിപ്പിക്കുന്നത്. അതൊരു സംഘടിതമായ പരിപാടിയല്ലേ ശരിക്കും? നമ്മുടെ അധികാരത്തിന് വേണ്ടിയുള്ള കുതികാൽ വെട്ടുകൾ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. കെ കരുണാകരനെ രാജൻ കേസിൽ കുടുക്കിയ കാര്യങ്ങൾ,
നമ്മുടെ പാം ഓയിൽ ഇമ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. കെ കരുണാകരൻ്റെ വേദന അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കി മാറ്റിയ കാലഘട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ട ഒരാളായതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറയുന്ന കേസുകളിലൊക്കെ കെ കരുണാകരനെ കുടുക്കി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവർ പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഭരിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നിട്ടില്ലേ? ജനഹൃദയങ്ങളിലാരാ അതാലോചിച്ചാൽ കരുണാകരൻ തന്നെ. എറണാകുളം ലോക്സഭാ മണ്ഡലം ഐ ഗ്രൂപ്പിൻ്റെ കണക്കിൽപ്പെട്ട ഒരു മണ്ഡലമായാണ് കണക്കാക്കപ്പെടുന്നത്. മാഷ് ഗ്രൂപ്പിലില്ലാത്ത ആളായി എന്നൊരു വ്യാഖ്യാനം ഉണ്ടാകുമ്പോൾ ഐ ഗ്രൂപ്പിൻ്റേതായ ആ സീറ്റ് തിരിച്ചെടുത്തതാണോ ഇത്തവണ സംഭവിച്ചത്? എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അത് അവർ തമ്മിലുള്ള നേതാക്കന്മാർ തമ്മിലുള്ള ഷെയറിംഗ് ആണ്. സ്ഥാനാർത്ഥി പട്ടികയിലില്ല എന്ന വിവരം വന്നതിന് ശേഷം ദീർഘമായൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദിച്ചു, BJPയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നിരന്തരം ചോദിച്ചു. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ ഒരിക്കൽ പോലും ഞാൻ പോകില്ല എന്ന് മാഷ് പറഞ്ഞില്ല. അതേസമയം മാഷ് പറഞ്ഞ് ഞാൻ ഷോക്കിലാണ്, എനിക്ക് അതിൽ നിന്ന് മാറാൻ കുറച്ച് സമയം വേണം, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുമായി ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് നിർത്തിയത് ആവശ്യമില്ലാത്ത അഭ്യൂഹങ്ങൾക്കുള്ളൊരു വഴി തുറന്നു. അത് നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ. അപ്പോൾ അവർക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വൃത്തിയെടുക്കാനുള്ളതായിരുന്നു. അതിനുണ്ട് വീണ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അന്ന് കാറ്റഗോറിക്കലായിട്ട് അന്ന് തന്നെ പറയാമായിരുന്നല്ലോ, ഞാനില്ല. അതിനുള്ള സമയമല്ല. ഞാനാണ് ഞാൻ കോൺഗ്രസ്സുകാരെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം എൻ്റെ കൂടെ ഉള്ളവർക്കുണ്ടെങ്കിൽ പിന്നെ ഈ മാധ്യമങ്ങൾക്ക് പിന്നെ അടുത്തൊരു ഇത് കൊടുക്കണം, എൻ്റെ ആവശ്യമില്ല. അതിനുശേഷം സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയുണ്ടായി. പലതരത്തിലുള്ള വാർത്തകൾ അതിനുശേഷം വന്നു. ഇപ്പോൾ UDF കൺവീനർ സ്ഥാനം വാഗ്ദാനം ചെയ്തു, രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തു, കേരള നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ അതാവാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ തോമസ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഒന്ന് ഞാൻ മനസ്സിലാക്കിയത് ECയുടെ ചർച്ച നടക്കുമ്പോൾ ഈ പ്രപ്പോസൽ വന്ന് എന്നെ മാറ്റുന്നപ്പോൾ അമ്മ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, തോമസിനെ അറിയിക്കണം. അങ്ങനെയാണ് അഹമ്മദ് പട്ടേലിനെയും ഞങ്ങളുടെ ചാർജുള്ള പിന്നെ മുഗൾ വാസിക്കിനെ ഏർപ്പാട് ചെയ്ത് മുഗൾ വാസിക്കുന്ന രാത്രി തന്നെ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഉണ്ടായ സംഭവമില്ല. പിന്നെ ഇത്രയും തിരക്കിനിടയിലാണ് എന്നെ വിളിപ്പിച്ചു. 3/4 മണിക്കൂറോളം എന്നോട് ഞാൻ കാണിച്ച സ്നേഹം, ഇവരെ മെമ്പർ ഓഫ് ദിസ് ഫാമിലി എന്നാണ് പറഞ്ഞത്. എന്നോട് അമ്മയ്ക്ക് ദുഃഖത്തോടെ സംസാരിച്ചത്. അപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല, അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് തരാമെന്ന്, ഞാൻ ചോദിക്കത്തുമില്ല. ഈ സംസാരത്തിൽ അമ്മ എന്ന വാക്കാണ് AICCയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന സോണിയാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഐ ഓൾവേസ് കോൾ മലയാളത്തിൽ എങ്ങനെയാണ് ആ വ്യക്തിപരമായ അതൊരു വ്യക്തിബന്ധം, സ്നേഹബന്ധമാണ്. രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് പേരാണ് ആ വീട്ടിൽ പോയിക്കൊണ്ട്, അന്ന് രാജീവും പിയും കൊച്ചുകുട്ടികളില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ അവരൊരു ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. അവരുടെ ഒരു നോട്ടം, സ്നേഹം, ഒരു അമ്മ നൽകുന്ന, ഞങ്ങൾ പലരും ഞങ്ങളുടെ എംപിമാർ അമ്മയെന്നാണ് പറയണം, അമ്മ എന്നേ പറയത്തുള്ളൂ, മാഡം എന്ന് പറയും. അതിൻ്റെ കിട്ടുന്നൊരു സോണിയാജി വിളിച്ചാൽ ഞങ്ങൾക്കറിയാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതങ്ങ് അലിഞ്ഞു പോകും. ഞാനിത് ചോദിക്കാൻ കാര്യം, ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ, നേതാക്കൾക്കിടയിൽ ചില അപ്രീതികളുണ്ട് എന്നൊരു സംസാരമുണ്ട്. അതിൻ്റെ പുറത്ത് ചില കഥകളൊക്കെ പറഞ്ഞു പരത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തോമസ് മാഷിന് തന്നെ ഒരു പക്ഷേ അറിയുന്നുണ്ടാവും. കാരണം നേരത്തെ അത് കെ കരുണാകരൻ്റെ പേരിലായിരുന്നു. കെ കരുണാകരന് തിരുത പോലെയുള്ള മീൻ കൊണ്ടേ കൊടുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമല്ല, ഒരു പരിഹാസം ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതേ പരിഹാസം സോണിയാഗാന്ധിയുടെ കാര്യത്തിലും തോമസ് മാഷിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കതിലൊരു ഞാനിത് പറഞ്ഞപ്പോൾ അന്നും പറയാം, ഞങ്ങളൊരു സമൂഹം, മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് ഞങ്ങൾ പരസ്പരം സഹകരിക്കുകയും ഷെയർ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഈ തിരുത എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശക്കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ വീട്ടിൽ വന്നാൽ നല്ല ഭക്ഷണം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു ഷെയറിംഗ് ആണ്. ഇപ്പോൾ ഈ പുതിയൊരാൾക്ക് വരണം എന്നുള്ളൊരു പ്രചരണമല്ല സത്യത്തിൽ നടക്കുന്നത്. തോമസ് മാഷ് ഇവിടെ നിന്നാൽ തോൽക്കുമായിരുന്നു, അതുകൊണ്ടാണ് തോമസ് മാഷിനെ മാറ്റി ഹൈബി ഈഡനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന മട്ടിലാണ് പ്രചരണം നടക്കുന്നത്. അതിൻ്റെ കൂടെ പറയുന്നൊരു കാര്യം, സഭാ നേതൃത്വം പോലും തോമസ് മാഷെ കൈവിട്ടു, തോമസ് മാഷെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറല്ല എന്ന മട്ടിലൊക്കെ കഥകൾ. അത് കഥകളെന്ന് ഞാൻ പറയുന്നത് അതിന് അതോറിറ്റി ഇല്ലാത്ത കഥകളല്ല. അതൊക്കെ ഞാനും സഭയുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ സഭയുമായിട്ട് ഒരു ഭാഗമാണ്. ഞാൻ ഒരു ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടതാണ്, കൊച്ചി രൂപതക്കാരനാണ്. പറയുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം പിന്നെ രാഷ്ട്രീയത്തിന് എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളാണ്. ആ രാഷ്ട്രീയത്തിൽ ഞാൻ മതം ഇടപെടാൻ സമ്മതിക്കാറുമില്ല. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ കഥ
കഥകളിപ്പോൾ ആളുകൾക്ക് എന്തൊക്കെയോ പറയാം. ആ കഥകളല്ലോ, കഥകളൊക്കെ കഥകളായിട്ട് പിന്നെ പോവല്ലേ. ഇനി അങ്ങോട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏത് നിലയ്ക്ക് സജീവമാകാനാണ് തോമസ് മാഷ് ഉദ്ദേശിച്ചത്? ഞാൻ സംസ്ഥാന രാഷ്ട്രീയമൊന്നോ ദേശീയ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി അല്ലെങ്കിൽ മുന്നോട്ട് പോകും. അല്ല, ഞാനത് ചോദിക്കാൻ കാര്യം, ദീർഘകാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്, ഡൽഹിയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാലാണ് രാഷ്ട്രീയമായും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിലും കൂടുതൽ സംഭാവന നൽകാൻ ഒരുപക്ഷെ തോമസ് മാഷ്ക്ക് സാധിക്കുക. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയമാണോ? തീരുമാനിക്കേണ്ട പാർട്ടി നേതൃത്വമാണ്. ഞാൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമോ അതല്ല കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമോ ഒക്കെ തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും എനിക്കതിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് തോമസ് മാഷ് പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയം? ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ ഏകാധിപതിയായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ എക്കോണമി തകർന്നിരിക്കുന്നു, തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി എബ്രോഡ് പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ തീർച്ചയായും മാറ്റം ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ഇലക്ടറേറ്റാണ്. നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് പലപ്പോഴും ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടുള്ളത്. അത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. അപ്പം ഞാൻ ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. നരേന്ദ്രമോദി മാറി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം വരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം തീരുമാനിക്കലുണ്ടായ വീഴ്ചയോ പരാജയമോ അതിൻ്റെ കാലതാമസം, ബീഹാറിൽ ശക്തമായൊരു സഖ്യമുണ്ടായി, പക്ഷേ അതിൻ്റെ സീറ്റ് ധാരണകൾ ഉണ്ടാക്കുന്നതിലുണ്ടായ കാലതാമസം, ഉത്തർപ്രദേശിൽ SP-BSP സഖ്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോയതിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നേതൃത്വത്തിൻ്റെ, ഞാനൊരു വ്യക്തിയല്ല പറയുന്നത്, കൂട്ടായ നേതൃത്വത്തിൻ്റെ ഒരു ദൗർബല്യം അത് കോൺഗ്രസിനുണ്ട് എന്ന് കാണിക്കുന്നു. ഒരു ഫെഡറൽ സിസ്റ്റവും വ്യത്യസ്ത പാർട്ടികളൊക്കെ ഉള്ളത് അത്ര എളുപ്പമല്ല. കേരളത്തിൽ തന്നെ നമുക്കറിയാം UDF-ഉം പിന്നെ LDF-ഉം എത്രയോ പ്രശ്നങ്ങളിലൂടെ അവരും കടന്നു പോകുന്നു. കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, ഇത് മഹാരാജ്യമാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷേ ഇതെല്ലാം ഒന്ന് ഉരുണ്ടുകൂടി അവസാനം വരുമ്പോൾ ഒരു BJP ഇതര ഗവൺമെൻറ് ഉണ്ടാകും. അതിന് കോൺഗ്രസ് ആയിരിക്കണം നേതൃത്വം കൊടുക്കുന്നത്. കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാൻ കഴിയും. ഇന്ദിരാഗാന്ധി, കെ കരുണാകരൻ്റെ കൂടെ ഇന്ദിരാഗാന്ധിയുമായി ഉള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞു. രാജീവ് ഗാന്ധിയുമായി കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായി അതിലുമധികം അടുപ്പമുണ്ട്. ഈ നേതൃത്വത്തിൽ നിന്ന് വിട്ട് രാഹുൽ ഗാന്ധിയിലേക്ക് നേതൃത്വം എത്തുമ്പോൾ, ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കാലത്തുണ്ടായ കൂടിയാലോചനകൾ, മറ്റ് നേതാക്കളുമായിട്ടുള്ള ആശയവിനിമയം, അതിലുണ്ട് ഉരുത്തിരിയുന്ന സഖ്യങ്ങൾ, ഇതൊക്കെ കുറച്ചും കൂടെ ഡൈനാമിക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? കാരണം വെച്ചാൽ ഇപ്പോൾ 2004 ഒരു BJP അധികാരത്തിൽ വരും എന്നൊരു പ്രതീക്ഷ നിലനിൽക്കുകയും എന്നാൽ തിരിച്ച് ഒരു ജനവിധി ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് ഒരു UPA സർക്കാർ രൂപീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ വന്നു. അത്തരം ഡൈനാമിക്കായ ഒരു ലീഡർഷിപ്പിനെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ കോൺഗ്രസ്? ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ശൈലി ആയിരുന്നില്ലല്ലോ ഇന്ദിരാഗാന്ധിയുടെ ശൈലി. അതേ ശൈലി ആയിരുന്നില്ല രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിക്ക് ആദ്യഘട്ടത്തിൽ പ്രസംഗിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് പഴയ രാഹുൽ ഗാന്ധിയാണോ? 2 വർഷം മുമ്പ് നമ്മൾ കണ്ട രാഹുൽ ഗാന്ധി ആയിരുന്നു ഇപ്പോൾ കാണുന്നത്. ചടുലമായി സംസാരിക്കുന്ന, ഏതാണ്ട് നരേന്ദ്രമോദി ഒപ്പം പിടിച്ച് നിൽക്കുന്ന. അപ്പം അതുകൊണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ ശൈലികളുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് വളരെ സിമ്പിളാണ്. നേരെ വാ. അതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്താണ് രാഹുൽ ഗാന്ധി ഞാൻ കണ്ടിട്ടുള്ളത്. ഈ രാഹുലിലേക്ക് വരുമ്പോൾ ഈ പഴയ മുതിർന്ന നേതാക്കളും പുതിയ ജനറേഷനിലൊരു നേതാവും തമ്മിലുള്ള ആ കെമിസ്ട്രി അത്ര ഭംഗിയായി വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എപ്പോഴും ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും എപ്പോഴും. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിധിവരെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് സോണിയാഗാന്ധിയോട് എടുക്കുന്നൊരു ഫ്രീഡം ചിലപ്പോൾ രാഹുലിനോട് എടുക്കാൻ പറ്റുന്നവരില്ല. രാഹുൽ ഗാന്ധിക്ക് എന്നോട് എടുക്കാൻ പറ്റുന്നവരില്ല. ഈ പുതിയ ജനറേഷനിലേക്ക് രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ, അങ്ങനെ കുറേ ആളുകൾ പുതിയ ജനറേഷനിലെ നേതാക്കന്മാരെ കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലും ഒരു രാഹുൽ ബ്രിഗേഡ് എന്ന് പറയുന്നത് പോലുള്ള നേതാക്കളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ പ്രവർത്തന പരിചയവും പ്രവർത്തകരുമായി കുറേ കൂടെ ആത്മബന്ധവും ഒക്കെയുള്ള നേതാക്കളെ അവരെ കൂടെ നിർത്തുക എന്നൊരു ദൗത്യം കൂടിയില്ലേ? ഉണ്ടല്ലോ. പഴയ ആളുകളും ഈ സംഘത്തിലുണ്ട്. ഇപ്പോൾ AK ആന്റണിയും
ഉമ്മൻചാണ്ടിയും പി സി ചാക്കോയും ഒക്കെ ആ കൂട്ടത്തിലുള്ളവർ, അതോടൊപ്പം കെ സി വേണുഗോപാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് പക്വതയും പാകതയും ഉള്ള ആളുകളെ കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട്. അദ്ദേഹം യുവത്വത്തിൻ്റെ പ്രസരിപ്പം വേണം, എല്ലാം കൂടിയുള്ള ഒരു മിശ്രിതമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. കേരളത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യത്തെ ഇപ്പോൾ, അതായത് ഞാൻ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ളൊരു ഘട്ടം വെച്ച് താരതമ്യം ചെയ്താൽ ഇപ്പോഴത്തെ അവസ്ഥയെ തോമസ് മാഷ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, കേരളത്തിൽ UDF നല്ല സാധ്യതയുണ്ട്. 20-20 വരെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അനാവശ്യമായി ഉണ്ടായ അലോസരങ്ങൾ അത് ബാധിക്കും എന്ന് കരുതുന്നില്ല? ഇതൊക്കെ കോൺഗ്രസ് അല്ലേ, ഇതിന് മുമ്പൊക്കെ ഉണ്ടായിട്ടില്ലേ? പണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി പ്രചരണം നടത്തി പകുതിയായപ്പോൾ മാറ്റിയിട്ടുണ്ട്. 2001 ഓർക്കുന്നുണ്ട്. എന്നിട്ട് ജയിച്ചു വന്നിട്ടുണ്ട്, അധികാരത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് മാറ്റുമ്പോൾ അന്ന് ശക്തമായ 2 ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാണ് മാറ്റിയത്. ഇപ്പോൾ KP ധനപാലൻ വടക്കേക്കരയിലും KP നുറുദ്ദീൻ പേരാവൂരും ആറന്മുളയിൽ ശിവദാസൻ നായരും ഒക്കെ മാറുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കെ കരുണാകരൻ ഇവരെ മാറ്റിയേ പറ്റൂ എന്ന് ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മാറ്റുന്നത്. ആ തീരുമാനത്തെ സാധൂകരിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനം നടത്താനുള്ള ത്രാണി ഉണ്ടായിരുന്നു അന്ന് ഐ ഗ്രൂപ്പിനും കെ കരുണാകരനും. പക്ഷെ ആ അവസ്ഥ ഇന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ല, അന്നത്തെ കാലാവസ്ഥ വേറെ, ഇന്നത്തെ കാലാവസ്ഥ വേറെ. ഓരോ ശൈലികൾക്ക് മാറ്റമുണ്ട്. ഇന്ന് ആ ശൈലിയുടെ ആവശ്യം പോലുമില്ല. ഇന്നുള്ള ശൈലി എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ചു പോകണം, അത് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുള്ള നേതൃത്വമുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാന്ന് ഞാൻ പറയില്ല. അതൊക്കെ മാറ്റി കോൺഗ്രസും UDFും ഒന്നിച്ചു പോകും. പക്ഷേ ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, നമുക്ക് സ്വപ്നം കാണാത്ത കാര്യങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ വലിയ ഒരു ഉത്കണ്ഠയ്ക്ക് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒഴിവാക്കാമെന്ന് വെച്ചാൽ ഒഴിവാക്കാം, പക്ഷേ ഇതൊക്കെ സാധാരണമാണ് രാഷ്ട്രീയത്തിൽ. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ നാളെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ബില്ല് മറക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ഉളർത്തിയെടുത്ത കുമ്പളങ്ങി ഗ്രാമം ആർക്കും മറക്കാൻ കഴിയില്ല. ടൂറിസത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കിയത് മറക്കാൻ കഴിയില്ല. അതും ജനമനസ്സിൽ നിന്ന് മായിച്ചു കളയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അതല്ലേ വലിയ നേട്ടം. മറ്റതൊക്കെ എന്താ, MP ആകും, MLA ആകും, പിന്നെ ex-MP ആകും, പിന്നെ ex-MLA ആകും, മുൻ മന്ത്രിയാകും. പക്ഷേ ഈ ഫുഡ് സെക്യൂരിറ്റി വന്നത് മുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് KV തോമസ് കൊണ്ടുവന്നതാണ്. കുമ്പളങ്ങി ഗ്രാമം ടൂറിസം ഗ്രാമം മാറിയത് KV തോമസിൻ്റെയാണ്. കേരളത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇത്രമാത്രം വളർത്തിയിടുന്നത് KV തോമസാണ് എന്ന് പറയില്ലേ, ചരിത്രം പറയില്ലേ? ഏതായാലും എഴുതി വെക്കുമല്ലോ. വളരെയധികം നന്ദി.